നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. പറയാമോ? നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. കർത്താവിനോട് കൂടി ഒന്ന് അടുത്ത് ചേർന്നിട്ട് നന്ദിയുള്ള ഹൃദയത്തോടു കൂടി ഒന്ന് പറയാമോ? ഈ മരുയാത്രയിൽ ഭാരങ്ങൾ പ്രയാസങ്ങൾ വന്നാലും, ഞാൻ നശിച്ചു പോകത്തക്ക പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ അങ്ങയോട് പറ്റിയിരിക്കും അപ്പാ. ഈ മരുയാത്ര നിന്റെ കൃപ മാത്രം മതിയെന്ന് തളരാതെ മുന്നോട്ട് പോകുവാൻ, പതറാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ അങ്ങയുടെ കൃപ മാത്രം മതിയെന്ന് എത്ര പേർക്കൊന്ന് പറയുവാൻ സാധിക്കും? ആര് കണ്ണു തുറന്നിരിക്കരുത്. നമ്മളായിരിക്കും ദൈവസാന്നിധ്യത്തില്ല. ആ ദൈവസാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് രണ്ട് കണ്ണുകളും ഒന്ന് അടച്ചിട്ട് ആ കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് ഒന്ന് ഉയർത്തുമെന്ന് പറയാമോ? നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. ശബ്ദം ചേർന്ന് ഹോ നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധനാം താതനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കരുണയിൻ സാഗരമേ, എൻ്റെ കൃപയിൽ ഉറവിടമേ, കൃപയിൽ ഉറവിടമേ, ആശ്വാസദായകനേ, പരിശുദ്ധനാം താതനേ, പരിശുദ്ധനാം താതനേ, കരുണയിൻ സാഗരമേ, കരുണയിൻ സാഗരമേ, കൃപയിൽ ഉറവിടമേ, കൃപയിൽ ഉറവിടമേ, ആശ്വാസദായകനേ. നാഥാ നീ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്. ചേർന്ന് വെച്ച് ഓ നിൻ കൃപ മതി എനിക്ക്. ഓ നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഓ നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയിൽ ഉറപ്പോട് ചേർന്ന്, ഈ മരുയാത്രയതിൽ തിരുകൃപ, തിരുകൃപ. സന്തോഷത്തോടെ തുറന്നു ചേർന്ന് ഓ ഈ മരുയാത്രയതിൽ തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ ഭാരങ്ങൾ
തളരാതെ ഓടിടുവാൻ തിരുകൃപ തിരുകൃപ. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാമോ? ഈ മരുയാത്രയതിൽ ജീവിതയാത്രയതിൽ ഭാരങ്ങളേറിടുമ്പോൾ ഭാരം ഏറിടുമ്പോൾ തളരാതെ ഓടിടുവാൻ തളരാതെ ഓടിടുവാൻ തിരുകൃപമതി എനിക്ക്. സന്തോഷത്തോടെ കരങ്ങളൊന്ന് വീശി ചേർന്ന് ഒരുമിച്ച് ഉറപ്പോടെ ധൈര്യത്തോടൊന്ന് പറയാമോ? നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക് ചേർന്ന്, നാഥാ നീ മതി എനിക്ക്, അങ്ങയുടെ കൃപ നിൻ കൃപ മതി എനിക്ക്. ഈ മരുയാത്രയെ യാത്രയാതിൽ തിരുകൃപ മതി എനിക്ക്, തിരുകൃപ മതി എനിക്ക്. ഓ ഈ മാരു യാത്രയാതിൽ തിരുകൃപ മതി. ചേർന്നൊരുമിച്ച് അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മ നന്മകൾ പോലുമേ എനിക്ക് കർത്താവിന്റെ മഹത്വം എടുക്കാമോ ചേർന്ന്? നന്ദിയോടെ ഞാൻ എനിക്കായി നീ ചെയ്തോരോ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു ഹൃദയത്തിൽ നിന്നും കർത്താവിന് നന്ദി കരേറ്റുവാൻ കഴിയുന്നവർ ഒരുമിച്ച് ചേർന്ന് അവൻ ചെയ്ത സകല ഉപകാരങ്ങളും ഓർത്ത് നമ്മളെ നടത്തിയ വിധങ്ങളോർത്ത് കർത്താവിന് നന്ദി കരേറ്റുവാൻ കഴിയുന്നവർ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിൽ നിന്ന് ചേർന്ന് ഒരുമിച്ച് സത്യദൈവത്തിൻ അതരങ്ങൾ തുറന്ന് സന്തോഷത്തോട് ചേർന്ന് സത്യദൈവത്തിൻ ഏകപുത്രനാ അങ്ങിൽ വിശ്വസിക്കുന്നു. എന്റെ ആയുസ്സിന്റെ നാളെല്ലാം വരും കാലം ഓർക്കയും നിൻ കൃപാവരങ്ങൾ വരും കാലം ഓർക്കയും കൃപാവരങ്ങൾ ചോരികയും. സകല ദൈവജനമുൾ ശബ്ദമുയർത്തി ചേർന്ന് നന്ദിയോടെ ഞാൻ എത്രത്തോളം അതരങ്ങൾ തുറക്കുവാൻ കഴിയുമോ അത്രയും ശബ്ദമുയർത്തി ഉച്ചത്തിൽ യേശു എനിക്കായി നീ ചെയ്തോരോ നീ ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ
പതിവെടിഞ്ഞ മണ്ണിൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞു. ഉന്നതി വെടിഞ്ഞവരെ മണ്ണിൽ താണുവന്നവരെ ഉന്നതി വെടിഞ്ഞവരെ മണ്ണിൽ കാണുവന്നവർ. ഒന്ന് പറയാമോ? ചങ്കത്തൊന്ന് കൈവച്ചിട്ട് എനിക്കായി ക്രൂശിൽ ജീവനെ തന്നത് എനിക്കായി ജീവനെ. യേശുവിനെ ഒന്ന് വിളിക്കാം വാതിൽ തുറന്ന്. യേശുവേ രക്ഷാദായക നിന്റെ സന്നിധേ വരുന്നു. എൻ്റെ പാപഭാരവുമായി എൻ്റെ പാപഭാരവുമായി വല്ലഭേകോ രക്ഷയെ. എൻ്റെ പാപഭാരവുമായി എൻ്റെ പാപഭാരവുമായി വല്ലഭേകോ രക്ഷയെ. എൻ്റെ പാപഭാരവുമായി എൻ്റെ പാപഭാരവുമായി വല്ലഭേകോ രക്ഷയെ. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി. ഈ ഉറപ്പാണ് നമ്മളെ ഭരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രതികൂലങ്ങളെ ഞാൻ എങ്ങനെ നേരിടും, ഞാനിതിനെ എങ്ങനെ ഫേസ് ചെയ്യും. പക്ഷെ ഞാനിതൊന്ന് പറയാം, ഈ അഭിഷേകത്തിൻ്റെ ശക്തി ഒന്നുള്ളിൽ കയറുമ്പോഴുണ്ടല്ലോ, അത് നമ്മളെ നയിക്കുന്ന നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകളിൽ, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകളിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ അഭിഷേകം എനിക്കൊന്ന് ഞാനിപ്പോൾ അനുഭവിക്കുന്നതിന് അപ്പുറത്ത് എനിക്കതിലും വലിയൊരു അഭിഷേകം എൻ്റെ മേൽ വരണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവരൊക്കെ ആ മനസ്സോടെ കർത്താവിനോടൊന്ന് പറയാമോ? നമ്മൾ ചോദിച്ചാൽ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ യാചിച്ചാൽ നമുക്കത് കിട്ടും. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടി കരുതുന്നതാകയാൽ നമുക്ക് എന്ത് കാര്യം അവനോട് പറഞ്ഞാലും നമുക്കത് ലഭിക്കും. കാരണം അവൻ നമ്മുടെ അപ്പനാണ്. നമ്മുടെ അപ്പൻ നമ്മളെ കരുതുന്നത് കൂട്ട് ലോകത്തിൽ നമ്മുടെ അപ്പൻ അമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നത് കൂട്ടല്ല കേട്ടോ. ഈ ലോകം നിന്നെ ത്യജിച്ചാലും, സ്വന്തം അപ്പനമ്മ നിന്നെ മാറ്റി നിർത്തി നീ കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞാലും, നിന്നെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് പറഞ്ഞാലും, നിന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. നമ്മുടെ യേശു അപ്പയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അവൻ ഒരിക്കലും കോപം സംഗ്രഹിക്കുന്നവനല്ല കേട്ടോ. അവൻ ഒരിക്കലും ഭത്സിക്കുന്നവനല്ല കേട്ടോ. ഞാൻ ഒന്ന് പറയാം, സ്നേഹം കൊണ്ട് സകലത്തെയും കീഴടക്കിയ ഒരുവനുണ്ടെങ്കിൽ, ഈ ഉലകത്തിൽ പറയുവാൻ കൊള്ളാവുന്ന ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാ. ഹല്ലേലൂയ. ഈ ഉറപ്പ് നിങ്ങളിൽ ഒന്ന് വ്യാപരിച്ചാൽ, ഈ സ്നേഹം നിങ്ങളുടെ അകത്തൊന്ന് കയറിയാൽ, ഇന്ന് പകൽക്കാലം നാം ഇതിനകത്ത് വലിയ ദൈവപ്രവർത്തികൾ കണ്ടു മടങ്ങുവാൻ കർത്താവിടയാക്കും. ഹല്ലേലൂയ. പാപം ചെയ്യാത്തവൻ, പരീക്ഷിക്കപ്പെടാത്തവൻ, അവനത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഈ ഉറപ്പ് എത്ര പേർക്കുണ്ട്? ഓ, പാപം ചെയ്തിടാത്തവനെ, പരീക്ഷീണൻ ആയവനെ, പാപം ചെയ്തിടാത്തവനെ, പരീക്ഷീണനായവനെ, എനിക്കായിട്ടല്ലയോ, എനിക്കായി
എനിക്കായി നല്ലയോ ക്രൂശിങ്കൽ ദാഹിച്ച് കേണത്. യേശുവേ രക്ഷാദായക, യേശുവേ നായക, നിന്റെ സന്നിധേ എന്റെ പാപഭാരവുമായി എന്റെ പാപഭാരവും വല്ലഭാ രക്ഷയെ എന്റെ പാപഭാരവുമായി എന്റെ രക്ഷയെ ഒരുമിച്ച് ചേർന്ന് ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും സാരമില്ലെന്നോരിടും തന്മാവിലെന്നെ ചേർന്നിടും. ആ മാവിലൊന്ന് ചേർന്നുകൊണ്ട്, ആ മാവിലൊന്ന് ചേർന്നുകൊണ്ട് ഭാരമുള്ളിൽ നേരിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങി. ഹോ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം വിശ്വാസത്തോട് ചേർന്ന് സാരമില്ലെന്നോരിടും തന്മാർവിലെന്നെ ചേർത്തിടും. ഓ സാരമില്ലെന്നോരിടും തന്മാർവിൽ എന്നും നല്ലവർ. ഓ എന്നും യേശുവെന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യേ നല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യേ നല്ലവൻ. ഓ ഉലകവയിൽ കൊണ്ടു ഞാൻ വാടി വീഴാം, കൊണ്ടു ഞാൻ വാടി തണലെനിക്ക് നൽകിടുവോ, തണലെനിക്കു നൽകിടുവാൻ പല ഭാഗത്തായുണ്ടു താൻ. തണലെനിക്കു നൽകിടുവാൻ പല ഭാഗത്തായുണ്ടു ഞാൻ. ഇന്നും നല്ലവൻ. ഓ യേശു എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യേ നല്ലവൻ. യേശു ഇന്നലെയും അന്യേ നല്ലവൻ. 100-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു: സന്തോഷത്തോടെ യഹോവയെ സേവിപ്പി, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. ഹല്ലേലൂയ. സങ്കീർത്തക്കാരനോട് ചേർന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് ശരിക്കും കൈയടിക്കാൻ അറിയാൻ പറ്റാത്ത ഒരാളായിരിക്കും, പാടുവാൻ കഴിവില്ലാത്ത ആളായിരിക്കും. പക്ഷേ നിങ്ങൾ അതരങ്ങൾ തുറക്കുമ്പോൾ നിങ്ങളെ അറിയുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. നിങ്ങളുടെ ട്യൂണ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുന്നൊരു കർത്താവിനെയല്ല നാം ആരാധിക്കുന്നത്. നിങ്ങൾ കർത്താവിനെ എങ്ങനെ ആരാധിക്കുന്നു, കർത്താവിനെ എങ്ങനെ നന്ദി കരയറ്റുന്നു, അതാണ് നമ്മുടെ കർത്താവ് നോക്കുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നമ്മളോട് പലപ്പോഴും സാത്താൻ പറയും, നീ വെറുതെ വന്നതാണെന്ന്. പക്ഷെ വെറുതെ അല്ല കേട്ടോ. ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചിട്ട് നമ്മൾ ഇന്നത്തെ കടന്നു പോകാവും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന ഒരുവനേ ഉള്ളൂ, നമ്മുടെ യേശു. അനുഭവങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അനുഭവങ്ങൾ പറഞ്ഞാൽ ഇന്നും നാളെയും എടുത്താലും പറഞ്ഞ് തീരാൻ പറ്റാത്ത അത്രയും അധികം അനുഭവങ്ങളുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൈക്ക് നിങ്ങളുടെ കയ്യിൽ തന്നാൽ നിങ്ങൾക്ക് ഒരു 100,000 അനുഭവങ്ങൾ പറയുവാൻ കാണും. ഇന്ന് നമ്മളെ എന്നും നല്ലവനായിട്ട് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്, ആ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ വെയിൽ പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമ്മളെ തളർത്തിക്കളയാൻ നോക്കിയാലും തണലുപോലെ തണുപ്പേകുന്ന ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ സകല ചിന്താകുലങ്ങളും ഒന്ന് മാറ്റി വെച്ചിട്ട്, പ്രതികൂലങ്ങളെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട്, കർത്താവിന് വേണ്ടി ആ ഹൃദയങ്ങളെ ഒന്ന് പകർന്നിട്ട് കർത്താവിനോടൊന്ന് പറ, കർത്താവേ, അങ്ങ് എനിക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണപ്പാ, അങ്ങല്ലാതെ ഒരു ദൈവം വേറെ ഇല്ലപ്പാ, എനിക്ക് വേണ്ടി കരുതുവാൻ അങ്ങുണ്ടെന്നുള്ള ഉറപ്പാണ് കർത്താവേ എന്നെ ഇവിടെ നിർത്തുന്നത്. അങ്ങയെ ആരാധിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് ഏറ്റവും വലിയ സന്തോഷമാണെന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും. ആരും കാഴ്ചക്കാരെ പോലെ ഇരിക്കാതെ കണ്ണുകളെയൊക്കെ ഒന്ന് അടച്ചിട്ട് കർത്താവിനോടൊന്ന് പറ, കർത്താവേ, ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ അങ്ങയുടെ ആത്മാവിലെ ഇരട്ടി പങ്കും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. എത്ര പേർക്കൊന്ന് അതരം തുറന്ന് പറയുവാൻ സാധിക്കും കർത്താവിനോട്, കർത്താവേ, അങ്ങന്റെ കൂടെയുണ്ടെങ്കിൽ പൈശാചിക ബന്ധനങ്ങൾക്ക് എന്നെയൊന്നും ചെയ്യുവാൻ കഴിയില്ല, ശാപകെട്ടുകൾക്ക് എന്നെയൊന്നും ചെയ്യുവാൻ കഴിയില്ല, സാത്താന്യ ബന്ധനങ്ങൾക്ക് എന്നെയൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എത്ര പേർക്ക് ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഓ ജീസസ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ആരും മൗനമായിട്ടിരിക്കാതെ അന്യഭാഷകളിൽ കലകൾ ചേർത്തടിച്ച് കർത്താവ് കടന്നു പോയിടത്തെല്ലാം അത്ഭുത പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുമെന്ന് വിശ്വാസത്തോട് പ്രഖ്യാപിക്കുവാൻ കഴിയുന്നവർ അതെല്ലാം തുറന്നുറപ്പോടെ രാവിലും പകലിലും സന്ധ്യയിലും ഏത് നേരത്തോ എന്നെ നടത്തുവാൻ കഴിവുള്ളവന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. അവനത്രേ, അവനത്രേ, അവന്റെ നാമമത്രേ സകല നാമത്തിന് മേലായ നാമം. ഓ, ആ നാമത്തിന്റെ രോഗികൾ സൗഖ്യമാകും, ആ നാമത്തിന്റെ ശാപക്കെട്ടുകൾ അഴിയും, ആ നാമത്തിന്റെ ഭൂതങ്ങൾ വിട്ടുപോകും. സകല നാമോ, സകല നാമോ, ഓ അതരങ്ങ് തുറന്ന് അന്യഭാഷകള് അല്പസമയം, അല്പസമയം, ഓ അത്യുപ്രഭനെ, ഓ ഹല്ലേലൂയ ജീസസ്. യോബിനെ പോലെ ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല കർത്താവേ, എങ്കിലും നീ എനിക്ക് നൽകിയ നന്മകളോർത്ത് മരുഭൂമിയിൽ പട്ടുപോകാതെ ഈ മരുഭൂപ്രയാണത്തെ നമ്മെ താങ്ങി നടത്തുന്ന ഒരു സ്നേഹം, അവന്റെ യേശുവപ്പായുള്ള സ്നേഹം ഒരിക്കലും വിലമതിക്കുവാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ, ഒരിക്കലും വിലമെടുത്താൽ കിട്ടുവാൻ കഴിയാത്ത ഒന്നുണ്ടെങ്കിൽ അവന്റെ യേശുവിന്റെ സ്നേഹമാണ്. ഹല്ലേലൂയ. അതരങ്ങൾ തുറന്ന് അല്പസമയം അന്യഭാഷകള് നമ്മുടെ കർത്താവിനോടൊന്ന് സംസാരിച്ചു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ. ഈ ആരാധനയെങ്കിൽ വലിയ വലിയ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഒരു തീ കത്തുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ പൈശാചിക ബന്ധനങ്ങളെ വെട്ടുന്ന ഒരു പകൽക്കാലമാണിത്. ഓ വീക്ഷിക്കുന്ന കണ്ണുകളായിട്ടിരിക്കാതെ അതരങ്ങൾ തുറന്ന് ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ, ഓ ഈ ഹോളിനകത്ത് വലിയൊരു ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വലിയൊരടുക്ക്,
അത്യുൽപ്രബല വൈഷമാഹത്തുനെ നീഖാനിയാന്തന. ഓ ഹല്ലേലൂയ. നിനക്ക് പിടിച്ചു നിർത്തുവാൻ കഴിയാത്ത, നിന്നെ കൊണ്ട് തടുക്കുവാൻ കഴിയാത്ത ദൈവ സാന്നിധ്യം വൈഷമാരഹേ. ഓ ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇന്ന് നീ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ, നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിനക്ക് വേണ്ടി വഴിയും വാതിലും തുറക്കുന്ന കർത്താവ് അയക്കുമെന്ന് ഉറപ്പോടെ വിശ്വാസത്തോടെ എത്ര പേർക്ക് അവരെ തുറന്ന് പറയുവാൻ സാധിക്കും? ഓ ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും സകല ദുഷ്ടാത്മ സേനകളെയും തകർക്കുവാൻ അധികാരം തന്ന് നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശബ്ദമേ നീഖാനിയാന്തന. ഓ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ആദരത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നൊരു പകൽക്കാലമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരാധിക്കുവാൻ കഴിയാതെ, കർത്താവിനെ ഒന്ന് നല്ലതുപോലെ ആരാധിക്കുവാൻ കഴിയാതെ നിന്റെ ആദരത്തെ പിടിമുറുക്കുന്ന, നിന്റെ ആദരത്തെ കെട്ടിവെക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ദൂരീകരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ അഭിഷേകം തിരിച്ചറിയുന്ന ദൈവജനം ആരും മൗനമായിട്ടിരിക്കാതെ സന്തോഷത്തോടെ ആ കരങ്ങളൊക്കെ തട്ടി ഹല്ലേലൂയ. അന്യഭാഷകളെ, അന്യഭാഷകളെ കർത്താവിനൊന്ന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ ജീസസ്. ഇന്ന് നിന്റെ ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ നീ ചിന്തിക്കാത്ത മേഖലകളെ കർത്താവ് വഴി തുറക്കുന്ന ദിവസമാണിത്. ഹല്ലേലൂയ ജീസസ്. ആ കർത്താവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെങ്കിൽ ആ കർത്താവിനോട് ചെയ്യുവാൻ കഴിയോ? ഹല്ലേലൂയ. അന്യഭാഷകളെ കർത്താവിനോട് പറ, കർത്താവിനോട് പറ. ഹല്ലേലൂയ. കർത്താവേ, എന്നെ ഒരു നല്ല പാത്രമായിട്ടൊന്ന് മെനയണമേ. ഞാൻ ഇതുവരെ ആയിരുന്നത് പോലല്ല കർത്താവേ, ഉടന്റെ പാത്രമായിരുന്നു ഞാൻ. അങ്ങയ്ക്ക് കൊള്ളാവുന്നത് പോലെ ഒരു മാനപാത്രമാക്കിയിട്ട് എന്നെ ഒന്ന് തീർക്കണമേ എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ ജീസസ്. നിന്റെ ലൈഫിനെ മറ്റൊരു തലത്തിൽ കൊണ്ടുപോകുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. നീ ആരാധിച്ചത് വെറുതെയല്ല, നീ കർത്താവേ എന്ന് വിളിച്ചത് വെറുതെയല്ല, നീ യേശുവേ എന്ന് വിളിച്ചത് വെറുതെയല്ല കേട്ടോ. ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സാന്നിധ്യം നിങ്ങളെ നടത്തുവാൻ ശക്തിയുള്ളതാണ്. ഈ അഭിഷേകം നിങ്ങളെ കൊണ്ടുപോകുവാൻ ശക്തിയുള്ളതാണ്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പുള്ളവരെന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നമ്മൾ ഒരുമിച്ച് അല്പസമയം നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയാണ്. ഹല്ലേലൂയ ജീസസ്. ഹോ ഹല്ലേലൂയ. എങ്ങനെ വേണമെങ്കിൽ ഈ ഹോളിനകത്ത് കർത്താവിനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നമ്മളിവിടെ ആയിരിക്കുന്ന സമയം മുതലല്ല, അതിന് മുൻപ് മുതലേ കർത്താവിൻ്റെ സാന്നിധ്യത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. നാം പോകുന്നിടത്തൊക്കെയും നാം ചെല്ലുന്നിടത്തൊക്കെയും നമ്മളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ സാന്നിധ്യം മറ്റുള്ളവർക്ക് കൂടി ഈ കർത്താവിനെ അറിയാൻ ഇടയാക്കണമേ എന്ന് ആ ഉറപ്പോട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുകയാണ്.
അന്യഭാഷ ലഭിച്ചവരൊക്കെ അന്യഭാഷകളിൽ കർത്താവിന് മഹത്വം കൊടുക്കണം. അല്ലാത്തവർ കരങ്ങളെ തട്ടി കർത്താവിനോട് പറയാം, കർത്താവേ ആ അഭിഷേകം എൻ്റെ മേലും ഒന്ന് വരണമേ എന്ന്. അങ്ങനെ നമുക്കൊന്ന് കർത്താവിനെ ഒന്ന് ആരാധിച്ചിരുന്ന അല്പസമയം. ഹല്ലേലൂയ ജീസസ്. ഓ കരങ്ങളിൽ ചേർത്ത് ശക്തിയോട് കരങ്ങൾ ചേർത്തടിച്ചു. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവ്. അന്ത്യകാലത്ത് സർവജഗത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ അന്ത്യകാലത്ത് സർവജഗത്തിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. ഓ വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും വഴി ഉറപ്പോടത് പാടാമോ. അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ മുഖവും തകർന്നു പോകും. വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും വഴി അന്ധകാരബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമോ. അന്ധകാരബന്ധനങ്ങൾ അഴിഞ്ഞു അഭിഷേകത്തിന്റെ അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാവിന്റെ. ഓ കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. ഓ കൊടിയ കാറ്റടിക്കും പോലെ ആത്മപകർച്ചയ ശക്തി പെരുകും. അഗ്നിജ്വാല പടരും പോലെ പുതുഭാഷകളാൽ സ്തുതിക്കും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ഓരോ ലക്ഷണങ്ങളും. അടയാളം കാണുന്നല്ലോ അത്ഭുതങ്ങളും അന്ത്യകാലത്തിന്റെ ദൈവജനം ഒരുമിച്ച് അഭിഷേകം. ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 പരിശുദ്ധാത്മാ. അന്ത്യകാലത്ത് ഓ അന്ത്യകാലത്ത് സർവജഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അന്ത്യകാലത്ത് സർവജഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അഭിഷേകം. ഓ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം 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 ചാലിക്കുന്ന പ്രാണികൾക്കും ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. ഓ ജ്വലിക്കുന്ന തീപ്പന്തം കത്തി പലരും അഭിഷേകത്താൽ. ചാലിക്കുന്ന പ്രാണികൾക്കും ശക്തി ലഭിക്കും, ജീവൻ പ്രാപിക്കും. അവ ജ്വലിക്കുന്ന തീപ്പന്തം കത്തി പലരും ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും. പുതുജീവനം തുടിച്ചാട്ടുപാടും. ചാവാറായ ശേഷിപ്പുകൾ എഴുന്നേൽക്കും. അഭിഷേകം അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ അഭിഷേകം അഭിഷേകം പരിശുദ്ധ. അന്ത്യകാലത്ത് ഓ അന്ത്യകാലത്ത് സർവജഗത്തിന്റെ പരിശുദ്ധ അവരവരോട് ഒരുമിച്ച് അന്ത്യകാലത്ത് സർവജഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ഓ അഭിഷേകം
അഭിഷേകം പരിശുദ്ധാത്മാവിൻ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറും. ഓ വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകും. ഓ അഭിഷേകത്തിന്റെ ശക്തിയാ എല്ലാ രൂപവും തകർന്നു പോകും. അഭിഷേകത്തിന്റെ വചനത്തിന്റെ ശക്തിയാ എല്ലാ കെട്ടുകളും അന്ധകാരം അഴിഞ്ഞു മാറും. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ അന്ധകാരമണ്ഡലങ്ങൾ ചലിച്ചു പോകും. ഓ അഭിഷേകത്തിന്റെ ശക്തി അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആമേൻ. അഭിഷേകം അഭിഷേകം പരിശുദ്ധ അഭിഷേകം. ഓ അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയോ. അവൻ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഘോഷണ ചോദിയാടും. ഓ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ശ്രേഷ്ഠനായി മാറിയിടുമേ. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഘോഷണ ചോദി. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ശ്രേഷ്ഠനായി മാറി. അതുകൊണ്ട് ചേർന്നറിയിച്ച് അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും ഓ അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. ഓ ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ഓ ജീവമന്നാ തന്നത് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാ തന്നത് എന്റെ ക്ഷേമമായി പാലിക്കുന്നു. ഓ അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ സിയോൻ യാത്രയതിൽ മനമേ. ഓ മനുഷ്യരിനാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. അവൻ ദൈവത്തിനാശ്രയം അതുകൊണ്ടാണ് എനിക്കഭയം. ഓ മനുഷ്യരിനാശ്രയമോ ഇനി വേണ്ട നിശ്ചയം. ദൈവത്തിനാശ്രയമോ അതുകൊണ്ടാണ് എനിക്ക്. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും. അവൻ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ഓ ജീവമന്നാ തന്നത് എന്റെ ക്ഷേമമായി പാലിക്കും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ജീവമന്നാ തന്നത് എന്റെ ക്ഷേമമായി. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ
സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടില്ല. ഓ സിയോൻ യാത്രയതിൽ മനമേ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി ഒരിക്കലും ദൈവം മാറ്റി എഴുതി. പിന്നെ വിശ്വാസത്തോടെ ദൈവം മാറ്റി എഴുതി. പിന്നെ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ സ്തുതിക്കുന്നു. ഉന്നത വിളിയാണ് വിളിച്ചുയരേ ഉന്നതോടുപോലും വിലസനല്ല. ഉന്നത വിളിയാണ് വിളിച്ചുയരേ ഉന്നതോടുപോലും ജയഭൂമി ഓ ജയഭൂമി എന്നത് ജയിച്ചതല്ലേ. ആയുഷെല്ലാം ഉടനായി നൽകിയിരുന്നു. ജയഭൂമി എന്നത് ജയിച്ചതല്ലേ. ആയുഷെല്ലാം ഉടനായി സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു. അതെ കാലുകളേറെ കൂടെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്ന് നിലച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല. ഓ എന്റെ ദിനമുകൾ ദൈവം മാറ്റി എഴുതി. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് പോലുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് പോലുള്ളതാ. അബ്രഹാമിൻ ദൈവം ഇസ്ഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്ന് പോലുള്ളതാ. പറഞ്ഞതുപോലെ കർത്താവിനോട് പറയാമോ? ഇരട്ടി പങ്ക് എനിക്ക് വേണം. അപ്പാ അപ്പാ ഹല്ലേലൂയ. എന്റെ കാലുകൾ വഴുത ഹല്ലേലൂയ. എന്നെ തള്ളിയിടുവാൻ അങ്ങ് സമ്മതിക്കത്തില്ല. അങ്ങ് സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങയുടെ കൂടെയാണ് നടക്കുന്നത്. അങ്ങന്റെ ഒപ്പമാണ് നടക്കുന്നത്. ഈ ലോകത്തിന്റെ ദൃഷ്ടിയെ ഞാൻ ഘോഷമാണെന്നത് അങ്ങനെ കാണുമ്പോൾ, അങ്ങയുടെ കണ്ണനെ കാണുമ്പോൾ ഞാൻ ശ്രേഷ്ഠനാണ് കർത്താവേ. ഹല്ലേലൂയ ജീസസ്. പലപ്പോഴും കർത്താവേ പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ എന്നെ നിർത്തിയത് അങ്ങയുടെ കരുതലാണപ്പാ, അങ്ങയുടെ സ്നേഹമാണപ്പാ. ആ ഹല്ലേലൂയ. അങ്ങനെ വീണ്ടെടുത്തോർത്ത് അങ്ങനെ കരുതിയ വിധങ്ങളോർത്ത് അങ്ങനെ നടത്തിയ വിധങ്ങളോർത്ത് കലറകൾ പുറത്ത് ഓ രീകൾ കഥന വൈഷമ ഈ
കുറിച്ച് എനിക്ക് ഭയമില്ലപ്പാ. എന്റെ വാഞ്ച അങ്ങയുടെ മുഖത്ത് മുഖാമുഖം കാണണമെന്നുള്ളതാണപ്പാ. ശാപകമന വൈഷമ അത്തുരേരകമനവ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. അവൻ നമ്മളെ നടത്തുന്നവനാണ്. അന്യഭാഷകളെ പുതുഭാഷകളെ അവരങ്ങൾ തുറന്ന് കൈകൾ ശക്തിയോട് ചേർത്ത് ഒന്നിനെ കുറിച്ച് എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാത്തവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഈ ലോകത്തിൽ ഒന്നിനെ കണ്ടിട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ലോകത്തെ ജയിച്ചവനാണ് കർത്താവ്. അവനെയാണ് നാം ആരാധിക്കുന്നത്. ജീവമന്ന തന്ന് ഓരോ ദിവസവും ഇത്രയും അതിശയകരമായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം, നമ്മൾ നനയ്ക്കുന്നതിനപ്പുറം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൻ്റെ മറവിലാണ് നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. മുമ്പ് പാടിയത് കൊണ്ട് അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ മുഖങ്ങൾ മാറും, അന്ധകാര ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. ഈ ശക്തിയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഇത് പ്രാപിക്കാതെ ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇത് പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാം. ഹല്ലേലൂയ. ഞങ്ങളെ ഓരോ ദിവസവും ഇത്രയധികം സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നത് ഞങ്ങളുടെ മിടുക്കൊന്നുമല്ല കേട്ടോ, ഈ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ഇത് വന്ന അന്നു മുതൽ ഇന്ന് വരെ ഒരുത്തരുടെയും മുൻപിൽ തല കുനിക്കുവാൻ, ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഇടയാക്കിയിട്ടില്ല കേട്ടോ. നിന്നിച്ച് തള്ളിയവരുണ്ട്, മാറ്റി നിർത്തിയവരുണ്ട്. പക്ഷെ ഇന്നും അവർ നോക്കുമ്പോൾ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല, ഞങ്ങൾ വിലപിച്ചുകൊണ്ട് നടക്കുന്നവരല്ല. എനിക്ക് ഉറപ്പോട് പറയുവാൻ സാധിക്കും, അകത്ത് വ്യാപരിക്കുന്ന സന്തോഷം അതൊന്നു മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ പാട്ടുകാരനോട് ചേർന്ന് ഞങ്ങൾക്ക് ഇപ്രകാരം പാടുവാൻ പറ്റിയത്. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷന തോന്നിയാലും, അടുത്ത വരി ഇപ്രകാരം പറയുന്നു, ഓരോ ദിവസവും നമ്മളെ നടത്തുവാൻ കഴിവുള്ള ആ ശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മുടെ മനസ്സിലേക്കൊന്നും നമ്മുടെ ഹൃദയത്തിലേക്കൊന്നും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വരിയാണ് അടുത്തത്. ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും, ഇപ്പോഴല്ല എന്നും, ലോകാവസാനം വരെയും, ഇന്നല്ല, നാളെയല്ല, ഇന്നലെയല്ല, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനാ മാറിയിടുന്നു. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്ന് കൂടെയുള്ള കരങ്ങളെ ഒന്ന് വീശി. അബ്രഹാമിൻ ദൈവം, ഈസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്ന് കൂടെയുള്ളതാ. അഭിഷേകത്തെ ദൈവം ഞങ്ങളുടെ നടുവിൽ അയച്ചതുകൊണ്ട് സ്തോത്രം ചെയ്തു. കർത്താവേ, തുടർന്നുള്ള മിനിറ്റുകളിലും ദൈവ സാന്നിധ്യത്തെ അളവില്ലാതെ ഞങ്ങളിൽ പകരണമേ. കർത്താവിൻ്റെ കരങ്ങളിൽ സഭയായി സമർപ്പിക്കുന്നു. കിടന്നൊന്ന് ജനത്തെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് ഞങ്ങളുടെ നടുവിൽ നടക്കുന്നത്